ഇന്നത്തെ അതിഥി ശ്രീ CP നായർ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. ദീർഘമായ സർക്കാർ സർവീസിനിടയിൽ രചനയിൽ ഏർപ്പെട്ടും അദ്ദേഹം കൈരളിക്ക് സേവനങ്ങൾ അർപ്പിച്ചു. ഈ സർക്കാർ സെക്രട്ടറി തുടങ്ങിയുള്ള ജോലികൾ ചെയ്യുന്ന ഈ ഗൗരവതരമായ സംഘർഷം നിറഞ്ഞ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് എഴുതാൻ സാധിക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയാം. നമുക്ക് ദൈവം തമ്പുരാൻ 24 മണിക്കൂർ തന്നിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു വൈരുദ്ധ്യം എന്ന് തോന്നിയേക്കാമെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളതും ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുള്ളതും ഏറ്റവും തിരക്കിട്ട 2 ജോലികളുടെ കാലത്താണ്. ഒന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കാലത്തും പിന്നെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്തും. എനിക്കതിൽ വിശേഷിച്ച് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. പിന്നെ ജോലി എന്നുള്ളതിലും കുറവായിരുന്നു അന്നൊന്നും പറയാൻ എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. അതാത് ദിവസത്തെ ജോലി അതാത് ദിവസം തന്നെ തീർക്കുക. അത്യാവശ്യമില്ലെങ്കിൽ യാത്ര ഒഴിവാക്കുക. പിന്നെ അത്യാവശ്യമില്ലെങ്കിൽ മീറ്റിങ്ങുകളും മറ്റും നടത്തുന്നത് നമ്മുടെ സെക്രട്ടറിമാർക്ക് വിട്ടു. പക്ഷേ ഉദ്യോഗത്തിൻ്റെ സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് നർമ്മ സാഹിത്യത്തെ വലിയ ഒരു റിലീസായിരുന്നു. സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാർഗമായിരുന്നു അത്. എന്ന് മാത്രമല്ല, എൻ്റെ ഒരു ലാർജർ വ്യൂ, ജീവിതത്തിൽ തന്നെ ചിരി ദീർഘായുസ്സിന് എന്ന് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷേ കളക്ഷൻ. അപ്പോൾ ഈ ദീർഘായുസ്സിന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും വലിയ പിന്നെ മനഃശാസ്ത്ര വിദഗ്ധന്മാർ പോലും പറയുന്നത് ചിരിയെപ്പോലെ നമ്മുടെ അന്തഃസംഘർഷങ്ങൾ ഇല്ലാതാക്കാനുള്ളൊരു സിദ്ധൌഷധം വേറെ ഇല്ലയെന്ന്. അപ്പോൾ അതാണ് എൻ്റെ. പക്ഷേ ചിരിയുടെ കാര്യത്തിൽ മലയാളി ഇത്ര അധികം പിശുക്ക് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായിട്ടെന്ന് മാത്രമല്ല, ആവശ്യമില്ലാത്ത ഗൗരവം എല്ലായിടത്തും വന്ന് ഒരു നല്ല ഫലിതം ആസ്വദിക്കാൻ പോലും കഴിവില്ലാത്ത ആളുകളാണ് വന്നിരിക്കുക. ഈ ഏറ്റവും തരം താണ ഫലിതം മാത്രം ആസ്വദിച്ചിരിക്കുക, അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊഴികെ നല്ല ഫലിതം, നിലവാരമുള്ള ഫലിതം ആസ്വദിക്കാൻ മലയാളിക്ക് കഴിവില്ലെന്ന്. നർമ്മബോധം ഉണ്ടായിരിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടാൻ സാധിക്കും എന്നുള്ളത്. അല്ലാതെങ്ങനെ അത് ഈ നർമ്മബോധം എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്ന് സായിപ്പ് പറയുന്നുണ്ടെങ്കിലും എനിക്ക് വലിയ വിശ്വാസമില്ല. നർമ്മബോധം ജന്മസിദ്ധമാണ്. നമുക്ക് പല വാസനകളും എനിക്ക് മുതലുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ജന്മസിദ്ധമായ വാസനയാണ് ഒരു വലിയ പരിധി വരെ. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളും കൂടെ അതിന്. അല്ല, എഴുത്തുകാരനായിരുന്ന അച്ഛൻ NP ചെല്ലപ്പൻ നായരിന് ലഭിച്ചതാണ് ഈ നർമ്മബോധം എന്നങ്ങ് ജനറ്റിക്കായിട്ട് വേണമെങ്കിൽ ജനിതക സിദ്ധാന്തം അനുസരിച്ച് NP ചെല്ലപ്പൻ നായരുടേതാണെന്ന് പറയാം. പിന്നെ വളർന്നു വന്ന അന്തരീക്ഷം അതിന് പറ്റിയതായിരുന്നു. അച്ഛൻ്റെ നർമ്മകഥകളും ഒക്കെ വായിച്ച് അച്ഛൻ്റെ നർമ്മമധുരമായ പെരുമാറ്റം കണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ പോലും അല്പം ചിരിയോടുകൂടി പിന്നെ കണ്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ ജന്മസിദ്ധമായ ജനറ്റിക് ഫാക്ടറിന് പുറമേ അന്തരീക്ഷവും ജനിച്ചു വളർന്ന അന്തരീക്ഷവും ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതെ.